പ്രാപിച്ചവളായിരിക്കുന്ന ദേവിയായതുകൊണ്ടും നാരായണി നാരായണി എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു. 299 നാദരൂപ. നാദരൂപ, നാദത്തിൻ്റെ, ശബ്ദത്തിൻ്റെ രൂപമായിട്ടുള്ളവൾ എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ സാധാരണ കേൾക്കുന്ന ശബ്ദമുണ്ട് അല്ലേ, ഉച്ചത്തിലുള്ള ശബ്ദം, വൈഖരി എന്നാണ് നമ്മളതിന് പറയുക. അതുപോലെ ഈ ജപത്തിലേക്ക് വരുമ്പോൾ ചുണ്ടുകൾ കൊണ്ടുള്ള ജപമുണ്ട്, പിറുപിറുക്കുന്ന പോലെ, ഉപാംശു ജപം എന്ന് പറയും. ചുണ്ടനങ്ങാതെ ഉള്ളിൽ നാവ് മാത്രം ചെറുതായി ചലിച്ചു ചെയ്യുന്ന മന്ത്രജപമുണ്ട്. ജിഹ്വികം, ജിഹ്വ, നാവ് കൊണ്ടുള്ള ജപം എന്ന് പറയും. ശബ്ദമോ ചുണ്ടനങ്ങാതെയോ നാവനങ്ങാതെയോ പൂർണ്ണമായും മനസ്സുകൊണ്ട് ചെയ്യുന്ന ജപമുണ്ട്, അതിനെ മാനസിക ജപം എന്ന് പറയും. പിന്നെ അതിന് ഉയർന്ന തലങ്ങളുണ്ട്, പരാ, പശ്യന്തി, മധ്യമ എന്നൊക്കെ പറയുന്ന വിവിധ നാദത്തിൻ്റെ വിവിധ തലങ്ങളെ പറ്റി പറയാറുണ്ട്. ഇപ്പം നമ്മളുടെ മനുഷ്യൻ്റെ ചെവിക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ശബ്ദമാണ്